ഹലോ മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? നോമ്പെല്ലാം ഉഷാറിൽ കടന്നു പോയല്ലേ? അങ്ങനെ നമുക്കൊരു നോമ്പായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ നോമ്പിൻ്റെ ആ ഒരു ദിവസം അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. രാവിലെ തന്നെ സുബി നിസ്കരിച്ചിട്ടായിട്ട് കുറച്ച് ഓതിട്ടായിട്ട് കിടന്നിട്ട് ഉറങ്ങി. ഏകദേശം 10-11 മണിയോളം കിടന്നുറങ്ങി. ഉറക്കെല്ലാം കുറയണ്ടാലിട്ട് പിന്നെ എണിച്ചിട്ട് നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് ഇറങ്ങി. കോഴിയെല്ലാം കഴിയിട്ട് മുള്ളിൽ പെരക്കി വെച്ച്. ഇനി കാച്ചുന്നെങ്കിൽ കറി വെക്കുന്നെങ്കിൽ എല്ലാം നമുക്ക് ഇരുന്ന് ഉപയോഗിക്കാം. പിന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ 2 ദിവസത്തേക്ക് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാവില്ല. അങ്ങനെ 2 കോഴി കൊടുത്തിട്ട് അതിന് നല്ലോണം പെരക്കിയിട്ട് ഞാൻ വെച്ച്. അപ്പം ഇങ്ങനെ പെരക്കിയിട്ടെല്ലാം വെച്ചെങ്കിൽ 2-3 ദിവസത്തേക്ക് കറിക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവില്ല. ഞാൻ അധികം അങ്ങനെ കൊടുത്തിട്ടൊക്കെ എന്നെ പെരക്കിയിട്ട് വെക്കും. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് പെരക്കിയിട്ട് വെച്ചെങ്കിൽ കോഴിക്ക് ടേസ്റ്റ് കൂടുന്നതാണ്. ഒരു 2 ദിവസം കഴിഞ്ഞ പോലെ ടേസ്റ്റ് കൂടും. പിന്നെ കുറച്ച് ചിക്ക് കൊടുന്നു, 2 കിലോ ചിക്ക് കൊടുത്തിട്ടുണ്ടായിന്, നല്ല പാങ്ങ് പോത്തിന്. അപ്പോൾ അതിനെന്താക്കി ഞാനെല്ലാം തൊലിയും കുരുവെല്ലാം കളഞ്ഞിട്ട് ഇനി അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ, അതായത് ഫ്രീസറിൽ തന്നെ വെക്കണം. 2-3 വട്ടം നമുക്ക് ജ്യൂസാക്കാം. പിന്നെ വേണമെങ്കിൽ പുഡിങ് ആക്കുന്നെങ്കിൽ അപ്പോൾ ഇതിൽ തന്നെ എടുത്തിട്ട് പുഡിങ്ങും ആക്കാം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ഈ കുരുവെല്ലാം എടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ച്. സമയം കിട്ടുമ്പോൾ നമുക്കിതിനെ അരച്ചിട്ട് വെച്ചാൽ പിന്നെ വേറെ എന്തും ടെൻഷൻ ആക്കാനില്ല. ഭയങ്കര ചൂട് മക്കളെ, പോരൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചൂട് തന്നെ, കാറ്റും പേടിയും ഇല്ലാത്ത പോലെയാണ്. പിന്നെ കൊടുന്ന ചിക്കൂല് ഒരു 3-4 എണ്ണം കുറച്ച് പച്ച ഉണ്ടായിന്, പിന്നെ അതങ്ങനെ മാറ്റിയിട്ട് വെച്ച്. പിന്നെ നമുക്ക് ജ്യൂസ് ആക്കണം, സർബത്താക്കണം. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം എടുക്കാം. നമുക്ക് കാസർഗോട്ടാർക്ക് കസ് ഇല്ലാത്ത സർബത്ത് കുടിച്ചിടാനേ കഴിയല. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കസ് നല്ലപോലെ കൈയിട്ട് വെള്ളത്തിൽ പോത്തിയിട്ട് വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിന്. അപ്പോൾ അതിനടുത്ത് ചോദിച്ചിട്ട് നമുക്ക് സർബത്താക്കാമല്ലോ. ഇത് നല്ല പാങ്ങ് പോരട്ടെ. ഇത് കുറേ സമയമൊന്നും വേണ്ട, 1/2 മണിക്കൂർ മതി പോരാനേ. പക്ഷേ നമുക്ക് വയ്യാകുമ്പോൾ മറന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ മുന്നേ തന്നെ ഈ പണിയെല്ലാം എടുത്തു വെച്ച്. പിന്നെ കുറച്ച് മുത്താറി ആക്കാമെന്ന് വിചാരിച്ചു. മുത്താറിൻ്റെ മണ്ണി അതും നമ്മളെ കാസർഗോഡുകാർക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒന്നാണ്. അതിനും വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ്, അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. 1 ഗ്ലാസ്സിൽ എടുത്ത് നിങ്ങൾക്ക് ഏത് അളവ് വേണം. അപ്പോൾ എനിക്ക് ആ 1 ഗ്ലാസ്സിൽ മതി. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങെല്ലാം കൊടുത്തിന്. ഈ നല്ല കൈറ്റ് നമുക്ക് പൂങ്ങിയിട്ട് വെച്ചെങ്കിൽ, അതായത് വേവിച്ചിട്ട് വെച്ചെങ്കിൽ നമുക്ക് ബാണ്ടേക്കുമ്പോൾ എല്ലാം കട്ട്ലറ്റാ ഇനി വേറെന്തെങ്കിലും അപ്പം നമുക്ക് എല്ലാത്തിനും ഉരുളക്കിഴങ്ങ് വേണമല്ലോ. അപ്പം ഞാൻ എന്താക്കി നല്ല കായിട്ട് മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് എടുത്ത് വെച്ച്. അപ്പോൾ എന്ത് പണിയില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിലേക്കെല്ലാം പോയിട്ട് വന്നിട്ട് കട്ട്ലറ്റ് ആക്കണം തിരിച്ചെങ്കിൽ എളുപ്പത്തിൽ പണി തീരും. പിന്നെ 1 ഉരുളക്കിഴങ്ങ് ഞാൻ തോലിയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനറിഞ്ഞെങ്കിൽ വൈറ്റേക്ക് എണ്ണക്കടി എന്തെങ്കിലും ആക്കണ്ടേ, അതിനും വേണ്ടിയിട്ട് തൊലിയെല്ലാം എടുത്ത് വെച്ച ചിക്കുണ്ടല്ലോ. ഈ ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അതിനെ അടിച്ചിട്ട് വെക്കാലിട്ട് ഒരു കണ്ടെയ്നറിൽ കൂട്ടി ഞാൻ ഫ്രീസറിൽ ഇപ്പം ഇതെല്ലാം എടുത്ത് വെക്കും. ഇങ്ങനെ ചില്ലറ പണിയെല്ലാം നമ്മൾ എടുത്ത് വെച്ചെങ്കിൽ, സമയം കിട്ടുമ്പോൾ എല്ലാം എടുത്ത് വെച്ചെങ്കിൽ തിരക്കുള്ള സമയത്തേക്കെല്ലാം വലിയ ഉപകാരപ്പെടും. എനിക്ക് ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. എനിക്ക് ചെറിയൊരു ഷോപ്പുണ്ട്, അവിടെ കുറച്ച് നൈറ്റി ഡ്രസ്സെല്ലാം ഇങ്ങനെ വിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയെങ്കിൽ വൈകുന്നേരം ആന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ വന്നിട്ട് എല്ലാ പണിയും ഒന്നിച്ചെടുക്കാൻ കുറേ ബുദ്ധിമുട്ടല്ലേ. അതിനും വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ പണിയെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് വെക്കും. മുത്താറി അങ്ങനെ നല്ലോണം ഞാൻ അരച്ചിട്ടെടുത്ത്, മുത്താറിൻ്റെ ഒക്കെ തേങ്ങ കൂട്ടിയിട്ടാണ് അരച്ചിട്ടെടുത്തത്. എന്നിട്ട് അതിനെ പിഴിഞ്ഞിട്ട് നമുക്ക് പാലെടുത്തിട്ട് മുത്താറിൻ്റെ മണ്ണും ആക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താക്കി അറിഞ്ഞു, ഉരുളക്കിഴങ്ങ് വിസിലിടാൻ വേണ്ടിയിട്ട് വെച്ച്. ഒരു 4 വിസിലിടുമ്പോൾ ഞാൻ അതിനെ ഓഫാക്കും. എന്നിട്ട് നമുക്ക് എല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഈ ബയ്യ എടുത്ത് വെക്കാതെ ഇപ്പം മുത്താറിയെല്ലാം നല്ലോണം അരച്ചിട്ട് അതിൻ്റെ വേസ്റ്റെല്ലാം കളയണം. ഞാൻ മുന്നേ വലിയ കണ്ണുള്ള അരിപ്പിലാണ് അരിച്ചത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റെല്ലാം നമ്മളെ പാലിലേക്ക് വരും. അതിനും വേണ്ടിയിട്ട് എന്താക്കി, ചായ അരിക്കുന്ന ചെറിയ കണ്ണുള്ള അരിപ്പയില്ലേ, ആ അരിപ്പയിൽ ഞാൻ വീണ്ടും മരിച്ച്. കണ്ടില്ല എത്ര വേസ്റ്റ് കിട്ടി നോക്കിയാൽ. അപ്പോൾ എങ്ങനെ അത് കിട്ടാണ്ട് നിൽക്കല. അപ്പോൾ ഇതെല്ലാം നമുക്ക് രണ്ടാമത് അരിച്ചിട്ടെടുക്കാം. രണ്ടാമതല്ല 3ാമത് അരിച്ചെങ്കിൽ നമുക്ക് അതിൽ എത്രയോ വേസ്റ്റ് വേണം കിട്ടുന്നത്. അതായത് തേങ്ങാൻ്റെ ചണ്ടിയുണ്ട്, അതേപോലെ മുത്താറിൻ്റെ ചണ്ടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തിന്നാൻ വലിയ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതെല്ലാം എപ്പോഴും ശ്രദ്ധിക്കണം. അതെല്ലാം 2 കൂട്ടം നല്ലോണം അരിച്ചിട്ടെടുക്കണം. പിന്നെ ഇനി വെല്ലം കട്ട ഇടുന്നതിനാട്ടി ചുരണ്ടിയിട്ടിട്ടെങ്കിൽ നമുക്ക് അഞ്ഞിട്ട് കിട്ടും. ഈ പോലത്തെ 2 കട്ട വെല്ലം ഞാൻ ഇതിലേക്ക് എടുത്തിന്. 1 ഗ്ലാസ്, ആ ചെറിയൊരു ഗ്ലാസ് മുത്താറിക്ക്. ഇനി മുത്താറിൻ്റെ മണ്ണി ശരിയായിട്ട് ആക്കാൻ അറിയാത്ത ആരും ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത് മാത്രം. കറക്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ നോക്കിയിട്ട് തന്നെയാണ്. എൻ്റെ ഉമ്മ പറയലുണ്ട്, പണ്ടെല്ലാം നോമ്പിന് കസിൻ്റെ സർവത്തും മുത്താറിൻ്റെ മണ്ണിയും ആക്കൽ, അല്ലെങ്കിൽ പിന്നെ ബിർണി സോജി അങ്ങനത്തെ എല്ലാം. പിന്നെ കോയിൻ്റെ കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല പാങ്ങ് തേങ്ങ മുളെല്ലാം വറുത്തരച്ച് അങ്ങനെ കോയിൻ്റെ ചാറും ആക്കി. പിന്നെ മോന്തിക്കേക്ക് പത്തലും ചുട്ടുവെച്ച്. അപ്പോൾ ഈ പണിയെല്ലാം ബൈറ്റ് തന്നെ ആക്കിയിട്ട് വെച്ചെങ്കിൽ
പിന്നെ നമുക്ക് നോമ്പ് തുറന്നിട്ടാകുമ്പോൾ എന്ത് പണിയെടുത്തിടാൻ കഴിയല്ല. ഞാൻ എപ്പോൾ അങ്ങനെ ആക്കൽ. പിന്നെ എന്തെങ്കിലും തിരക്കാൻ പറ്റുക ആയിപ്പോയെങ്കിൽ മാത്രം നോമ്പ് തുറന്ന് പിന്നെ ആക്കൽ. പിന്നെ നമുക്ക് ഈ എണ്ണക്കടിയെല്ലാം വേണ്ട, എണ്ണക്കടിയെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങെല്ലാം തൊലിയെല്ലാം എടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചൂടാറിയിട്ടാകുമ്പോൾ എന്താക്കും, ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് മുട്ട ഞാനിങ്ങനെ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. മുട്ടൻ്റെ സ്നാക്സും ഉണ്ടാക്കണം. വൈകിട്ട് പുള്ളെല്ലാം നോമ്പ് വെക്കുന്നതല്ലേ. അത് മാത്രമല്ല, മോള് വന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്ന്. ഓള് കാലത്തെ പോവും. അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പേ നോക്കി ഇപ്പോൾ കിട്ടും. ഇനി വരും, ചിലപ്പോൾ അടുത്ത ആഴ്ച വരും. അന്നും കാലത്തോളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ പോകുമ്പോഴേക്കെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്തില്ലെങ്കിൽ നാളെ നോമ്പ് വെക്കുമ്പോൾ നമുക്കൊരു ബേജാറാവും. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് വേവിച്ചിട്ടെല്ലാം എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു അപ്പം ഇത്. എന്തോ ഒരു ടേസ്റ്റ് തന്നെ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും, കുറേ ചിലവും ഇല്ല, അത്ര തന്നെ ടേസ്റ്റുണ്ട് മക്കളെ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഒരുക്കും ഇടാം ഇൻഷാ അള്ളാ. ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല റെസിപ്പീസെല്ലാം ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലാവും. എന്നാൽ കറക്റ്റ് അളവെല്ലാം മനസ്സിലാണെങ്കിൽ നേരെയുള്ള വീഡിയോ തന്നെ കാണണം. ഞാൻ അളവെല്ലാം കറക്റ്റ് പയ്യെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാം. ഞാൻ മിഞ്ഞാന്നൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിന്. അതെല്ലാവരും നോക്കിന്, എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടായിന്. ഭയങ്കര ടേസ്റ്റ് തന്നെ. അത് ഞാൻ ഇഷ്ടം പോലെ ഓർഡർ കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് നോക്കിയിട്ട് ഉണ്ടാക്കണം. ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പോൾ ഈ ഒരു റെസിപ്പി അങ്ങനെ എന്തോ ഒരു പാങ്ങ് തന്നെ. ഇത് പുതിയ തരം ഐറ്റമാണ്. അപ്പോൾ ഇതിന് മുന്നേ കുറേ കണ്ടിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജ്യൂസിൻ്റെ പണി എൻ്റെ മാപ്പിള എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു പണി ഞങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുമല്ലോ. ഫ്രൂട്ട്സ് കട്ടാക്കണം, ജ്യൂസ് ആക്കണം, അല്ലെങ്കിൽ മക്കും ആക്കലുണ്ട്. പിന്നെ ഇന്ന് ചോറ് സമയം പോകാൻ വേണ്ടിയിട്ട് ചോറ് ആക്കുമ്പോൾ ആ ഒരു പണി എനിക്ക് ലാഭമായി. ഷമാമും ബത്തക്കാവും അതിൻ്റെ ജ്യൂസാക്കാറ്റ്, ബത്തക്കാൻ്റെ ജ്യൂസും സമാമിൻ്റെ ജ്യൂസാക്കാൻ അറിഞ്ഞിട്ട് അതിനെല്ലാം ചോറിൻ്റെ എടുത്തിട്ട് ഇട്ടിട്ട് പിന്നെ പയ്യെ അടിച്ചെങ്കിൽ മതിയല്ല. ഇതാ ഇപ്പോൾ ഒരു സ്നാക്ക് ഞാനിത് എണ്ണയിലിട്ടിട്ട് കഴിഞ്ഞ്. ഈ സ്നാക്ക് എന്തോ ഒരു പാങ്ങ് തന്നെ. നിങ്ങൾ ഒരുക്കോ നോക്കണം. ഞാൻ വീഡിയോ ഇടും. വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, അത്ര പാങ്ങുണ്ട്. പിന്നെ ഉണ്ടാക്കാൻ ചിലവ് വളരെ കുറവ്. സാധാരണ ഓരോരോ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിലവുണ്ട്, ടേസ്റ്റ് ഉണ്ടെങ്കിലും. പിന്നെ ഇത് കാണാൻ എന്തോ ഒരു ഭംഗി തന്നെ, ഭയങ്കര ഒരു അട്രാക്ഷൻ ഈ റെസിപ്പിക്ക്. ദാ ഈ സമയത്ത് ജ്യൂസ് അവിടെ അടിക്കുന്നുണ്ട്. എൻ്റെ എണ്ണപ്പലഹാരം ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ തിരക്കന്നെ മക്കളെ, പറഞ്ഞിട്ട് ഗുണമില്ല. ഉച്ചക്ക് മുതൽ ഇറങ്ങിയെങ്കിൽ വൈകുന്നേരം ആവോളം നമുക്ക് കൊച്ചിയിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടലില്ല. നമ്മളെ പെണ്ണുങ്ങളെല്ലാവരുടെ അവസ്ഥ അങ്ങനെ. പിന്നെ ഈ നോമ്പ് നോക്കുന്ന 2-3 പുള്ളുണ്ടെങ്കിൽ, പിന്നെ ആണുങ്ങ പുരയിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആക്കാണ്ട് കഴിയല. സാധാരണ പെണ്ണുങ്ങ മാത്രം പുരയില്ലെങ്കിൽ നമുക്ക് എന്തോ ആക്കിയിട്ട് ഒപ്പിച്ചിടാം. ഇതിപ്പോൾ ഞമ്മങ്ങനെ ഒപ്പിച്ചിടാനൊന്നും കഴിയുന്നില്ല മക്കളെ. നോമ്പിന് നല്ല ഓണത്തിലാക്കിയില്ലെങ്കിൽ കുഞ്ഞൊക്കെ ഒരു ബേജാറല്ലേ. ദാ ഇപ്പം മുട്ടൻ്റെ ഒരു റെസിപ്പി. ഇത് അതിനാട്ടി പാങ്ങുണ്ട് മക്കളെ. ഇത് സർപ്രൈസ് ഗിഫ്റ്റ് എന്നാണ് ഇതിനെ പറയൽ. ഈ മുട്ടൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് അതൊരുക്കും നിങ്ങൾ ആക്കിയിട്ട് നോക്കണം. അതൊരു ഗിഫ്റ്റ് തന്നെ മക്കൾ, അങ്ങനെ പാങ്ങുണ്ട്. അതും അങ്ങനെ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കുക, കുറേ ചിലവൊന്നുമില്ല. ഇപ്പോൾ നോമ്പെല്ലാം തുറക്കാൻ ആരെങ്കിലും വന്നെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുക. ചില സമയത്ത് ആരെങ്കിലും പെട്ടെന്ന് വന്നറിലുണ്ട്. അപ്പം നമ്മളെ പോലെ എന്തുണ്ടാവില്ല, എത്രയും ആക്കുന്ന നമ്മളെ പോരെയെങ്കിലും ആരെങ്കിലും വരുമ്പോഴേക്ക് ഒരു സാധനം ഉണ്ടാവലില്ല. അപ്പം അങ്ങനത്തെ സമയത്ത് ഒരു 4 മുട്ട ഉണ്ടെങ്കിൽ വിരുന്നാറ് വന്നെങ്കിൽ എളുപ്പത്തിൽ മനസ്സും വേറും നിറയുന്ന രീതിയിൽ ഫുഡാക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി ഭജ 30 നോമ്പിന് മാസും ആരോഗ്യം ആഫിയത്തും ഉണ്ടെങ്കിൽ ഇത് നമ്മളവിടെ നിർബന്ധം. അതില്ലെങ്കിൽ എൻ്റെ മാപ്പിള നോമ്പ് തുറക്കാനേ നിൽക്കില്ല. ഞാൻ ആക്കിയില്ലെങ്കിൽ വേണമെങ്കിൽ മക്കളെ കൊണ്ടെങ്കിൽ ആക്കിക്കും. അത്രയും വേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാനാക്കിയത് ബജ്ജി, അതും ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി. ഭയങ്കര ടേസ്റ്റ് മക്കളെ. നമ്മൾ സാധാരണ എല്ലാവരും ആക്കലെന്ത് കേങ്ങിൻ്റെ ബജ്ജിയാന്ന്, കേങ്ങ് ആച്ചിയ പൊടി എന്നല്ല പറയുന്നത്. ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എന്തോ ഒരു ടേസ്റ്റ് തന്നെ. നിങ്ങൾക്ക് ആക്കിയിട്ട് നോക്ക്. ഞാൻ തന്നെ ആക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്ന ഇരിക്കണ്ട, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നും. അത്ര പാങ്ങുണ്ട് ഇത്. തിന്നാനും പിന്നെ അതിനാട്ടി പാങ്ങുണ്ട് മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. എല്ലാവരും ഇത് നോക്കണം ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് കോഴി കാച്ചിട്ടെടുത്ത്. കോഴി ഓരോർക്കും ഓരോരോ ടേസ്റ്റിൽ ഞാൻ കാച്ചു. ചിലപ്പോൾ ബ്രെഡ് ഇങ്ങനെ മുക്കിയിട്ട് കാച്ചും, ചിലപ്പോൾ കോൺഫ്ലേക്സ് ഉണ്ടല്ലോ അത് മുക്കിയിട്ട് കാച്ചും, ചിലപ്പോൾ കടലപ്പൊടിയും മൈദ എല്ലാം കലക്കിയിട്ട് പെരക്കിയ കോഴിനെ അതിൽ മുക്കിയിട്ടും കാച്ചും. അതും ഭയങ്കര ടേസ്റ്റ് തന്നെ. അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ രീതിയിൽ കാച്ചു. പിന്നെ കോഴി കാച്ചിയത് നമുക്ക് പുള്ളർക്കെല്ലാം എല്ലാവർക്കും ഇൻട്രസ്റ്റ് തന്നെ. ഇതാ ഇപ്പോൾ കോഴിയെല്ലാം ഒരു ഭാഗത്തെ കാഞ്ഞി. ഇനി നമുക്കിതെല്ലാം എടുത്ത് വെക്കണ്ടേ മക്കളെ. ഇതാ ഞാനിപ്പോൾ മുത്താറി മണ്ണിയെല്ലാം മുറിച്ചിട്ടൊരു പാത്രത്തിലിട്ട് വെച്ച്. ഇപ്പം നമ്മളെ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഇതാ ഇനി ഞാൻ കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഭയങ്കര ടേസ്റ്റ്, എന്തോ ഒരു ടേസ്റ്റ് തന്നെ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക് മക്കളെ.
ഇതിനെല്ലാം ഞാൻ മുറിച്ചിട്ടൊരു പാത്രത്തിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. മുറിക്കണമൊന്നുമില്ല, പിന്നെ കടിച്ചിട്ട് തിന്നുമ്പോൾ പിള്ളേർക്ക് ഒരു അലമ്പാണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാ കട്ടാക്കിയിട്ട് വെച്ചു കൊടുത്ത്. പിന്നെ നിങ്ങൾക്ക് നോമ്പിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഏതെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തെങ്കിൽ ഞാനത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്കെല്ലാം ടേബിളിൽ അറേഞ്ച് ആക്കിയിട്ട് വെക്കാം. ഈ സമയം ആയിക്കൊണ്ട് വന്ന് ഇപ്പോൾ 6:15 മക്കളെ. അപ്പോൾ 6:15 നമ്മളെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിടാം. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കും. അപ്പോൾ നിങ്ങളെ പണിയെല്ലാം ഒരുങ്ങിയിട്ടുണ്ടാവും. ഇതാ എൻ്റെ നോമ്പ് തുറൻ്റെ സമയമെല്ലാം ആയി. ബത്തക്കാൻ്റെ ജ്യൂസും സമാമിൻ്റെ ജ്യൂസും പിന്നെ കായ് കസ് ഉണ്ടല്ലോ, അതിൻ്റെ സർബത്ത്, അത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ എല്ലാവരുടെ പുരയിലുണ്ടാവും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊന്നും അങ്ങനെ ആരും തിന്നലില്ല, കുറച്ച് അന്നോർക്കല്ല വേണ്ടത്. പിന്നെ ഞാൻ ഈ സ്നാക്സ് ഒന്നും തിന്നലില്ല മക്കളെ, പുള്ളറെ കണക്കാക്കിയിട്ട് മാത്രമേ കാച്ചുന്നത്. പിന്നെ പുള്ളറെ മാപ്പിളുടെയും കണക്കാക്കിയിട്ട്. ഞാൻ നോമ്പ് 30 എണ്ണക്കടി തിന്നലില്ല, ജ്യൂസും സർബത്തും മാത്രം. പിന്നെ ഫ്രൂട്ട്സ് മനസ്സുണ്ടെങ്കിൽ തിന്നും, മനസ്സില്ലെങ്കിൽ ഫ്രൂട്ട്സും തിന്നല. പിന്നെ സോജിയാ മറ്റും വെച്ചെങ്കിൽ എപ്പോഴെങ്കിലും കുടിച്ചിട്ടെങ്കിലായി, അല്ലാണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട. ഞമ്മെല്ലാവരും എത്ര മാസമായി റംലാൻ മാസത്തിനെ കാക്കുന്നത്. അപ്പോൾ ഈ കാത്ത സ്ഥിതിക്ക് ആദ്യത്തെ നോമ്പ് തുറല്ല നമ്മളെ തുറക്കാനുള്ള അനുവാദം തന്ന് തുറന്ന് അൽഹംദുലില്ലാ. ഇനിയുള്ള നോമ്പ് എല്ലാം നോക്കാനും നമുക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അല്ല തരട്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിലാക്കിയിട്ട് പെരുന്നാളെ നല്ലോണത്തിൽ കഴിച്ചു കൂട്ടാനുള്ള എത്തിക്കെട്ട്. അപ്പോൾ ഇത്രയെല്ലാമാണ് എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കാരക്കാവും പിന്നെ ഈത്തപ്പായം, അതും ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സ്നാക്സും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ കാസർഗോട്ടാറെ വറുത്തരച്ച തേങ്ങാൻ്റെ നല്ലൊരു കോഴിച്ചാറിൻ്റെ റെസിപ്പി ഇന്നലെ അപ്ലോഡ് ചെയ്തിന്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. എല്ലാവരും നോക്കിയാൽ മാത്രം പോരാ, ഷെയർ ആക്കണം, സപ്പോർട്ടാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.